ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ പുറത്തൊരു സ്ഥലത്ത് വാഷ് ചെയ്യാൻ കൊടുത്താൽ പോലും ഈ ഒരു രീതിക്ക് അവർ വാഷ് ചെയ്യില്ല. ഇതുപോലെ വെള്ളം അടിക്കുമ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഫോം ഇടും, തുടച്ചെടുത്ത് തരും. ഈ ഇരിക്കുന്ന ചെളി അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന സബ്സ്റ്റൻസ് ആണ് നമ്മുടെ വാഹനത്തിൽ സ്ക്രാച്ചസ്, അതായത് ബോഡി പെയിൻറ്റിൽ സ്ക്രാച്ചസ് ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യം. ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞൊരു കാര്യമാണ് എഞ്ചിൻ റൂം വാഷ് ചെയ്യരുത്, ഇവൻ എന്ത് പൊട്ടത്തിലാണ് ഈ പറയുന്നതൊക്കെ. നിങ്ങൾക്കറിയത്തില്ല, നിങ്ങളുടെ വാഹനം നിങ്ങൾ സർവീസിന് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അവർ എഞ്ചിൻ റൂം വാഷ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ റൂം വാഷ് ചെയ്യാൻ പാടില്ലാത്ത വാഹനങ്ങൾ എഞ്ചിൻ റൂം വാഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അതായത് വാഷിംഗ് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മസ്റ്റായിട്ട് ചെയ്തോണം. അതായത് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം വാഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഒരു കാര്യം പോലും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം വാഷ് ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ വാഹനം സ്വന്തമായിട്ട് വൃത്തിയായിട്ട് സ്ക്രാച്ച് കൂടാതെ വാഷ് ചെയ്യാൻ സാധിക്കുമെന്ന്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഒരുപാട് നാളായിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമാണ് ഒരു കാർ വാഷിംഗ് വീഡിയോ. അജ്ലാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ ആ കൊടുത്തിരിക്കുന്ന 2-3 കമൻസ് കൂടി ഞാനിവിടെ കൊടുത്തേക്കാം. ഒരുപാട് വീഡിയോസിൽ, മിക്ക വീഡിയോസിൽ എനിക്കൊരു 6 മാസമായിട്ട് ഈ ഒരു കമൻറ്റ് ഞാൻ സ്ഥിരം കാണുന്നതാണ്. പക്ഷേ സമയത്തിൻ്റെ കുറവ് കാരണമാണ്, ക്ഷമിക്കണം. ഏതായാലും ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അമേരിക്കൻ മൈക്രോൺ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് വാഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു കിഡിലൻ വീഡിയോ ആണ് നമ്മളിന്നിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല, ഈ പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടിയുള്ള ആമസോൺ ലിങ്ക് കൂടി ഞാൻ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാൻ സാധിക്കും. ഇപ്പോൾ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഏതായാലും എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത്. ജസ്റ്റ് പെട്ടെന്ന് നോക്കിയും ഓടി വരാം. വാറണ്ടി പ്രോഡക്റ്റ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഫിറ്റ്മെന്റ് ചെയ്യേണ്ട രീതിയും. ഓക്കെ, ഹൈ പ്രഷറിന്റെ ഹോസ് ആണ് ഈ വരുന്നത്. ഇതൊരു ലോ പ്രഷർ ഹോസ് ആണ് വരുന്നത്. നമ്മുടെ മെയിൻ സംഗതിയാണ് നമ്മുടെ പമ്പ്. യെസ്, അത്യാവശ്യം ഭാരമുണ്ട്. ഗണ്ണ്, ഫോം, ഇതെങ്ങനെയുണ്ടെന്ന് ഏതായാലും നോക്കാം. ഗണ്ണിൻ്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയുള്ള പൈപ്പ്, പിന്നെ കുറച്ച് കണക്റ്റേഴ്സ്, ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പുറത്തുനിന്ന് ഫിറ്റ്മെന്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന കൂടെ കാണിച്ചു തരാം. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇവരെല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും നമ്മുടെ വാഹനം മുഴുവൻ കുളമായിട്ട് ഒരു രക്ഷയില്ലാതെ നല്ല രീതിക്ക് പൊടിയൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഒന്ന് കഴുകാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. അതുകൊണ്ട് നല്ല രീതിക്ക് ചെളി പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഈ വാഷിങ്ങിൻ്റെ വീഡിയോ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെ ഹുഡ് തുറന്ന് വാഷ് ചെയ്യാൻ സാധിക്കും, അതായത് എഞ്ചിൻ റൂം വാഷ് ചെയ്യാൻ സാധിക്കും. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഞാനത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഹൈ പ്രഷർ കൊണ്ട് വാഷ് ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ടോ, അതുകൊണ്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, ദോഷങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. പലരും നെഗറ്റീവായിട്ട് പറയുന്നൊരു കാര്യമാണ് ഒരു കാരണവശാലും എഞ്ചിൻ റൂം തുറന്ന് വാഷ് ചെയ്യരുത്. തെറ്റാണ്. എഞ്ചിൻ റൂം തുറന്ന് നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ സാധിക്കും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഈ പറഞ്ഞ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മുടെ ഹോസാണ്. അത്യാവശ്യം നല്ല ലെങ്തിയാണ് ഈ ഒരു ഹോസ് വരുന്നത്. അപ്പോൾ ഗണ്ണിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഏതാണ് എന്നൊക്കെ നമുക്കിപ്പോൾ നോക്കാം. നമുക്ക് ഈ ഒരു കവറിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. വെള്ളം എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നോസിലുണ്ട്, ഒരു ഫിൽറ്റർ യൂണിറ്റ് വരുന്നുണ്ട്, 2 കണക്ടേഴ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. കണക്ട് ചെയ്യുന്ന രീതിയും കൂടി ജസ്റ്റ് ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തിൻ്റെ അറ്റ പോർഷൻ നമുക്കത് ഇതിൻ്റെ പുറയിലായിട്ട് ഇത് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. നേരെ ബാക്കിലോട്ട് പുഷ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഇത് ഔട്ട്പുട്ടാണ് വരുന്നത്, അതായത് പുറത്തോട്ടുള്ള ഔട്ടിലെ പ്രഷറാണ് വരുന്നത്. ഇനി പമ്പിലോട്ട് ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇത്. ഇതിവിടെ താഴെ കണക്ട് ചെയ്യുക. ഇവനിങ്ങനെ ഹാൻഡ് ടൈറ്റ് തന്നെ ചെയ്താൽ മതി. അത്യാവശ്യം ഒന്ന് ടൈറ്റ് ചെയ്താൽ ഓക്കെയാണ്. ഇനി ഇതാണ് ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കേട്ടോ, നമുക്കിത് ജസ്റ്റ് ബാക്കിലോട്ട് പുള്ളി ചെയ്യാൻ സാധിക്കും. ഇത് പുള്ളി ചെയ്ത് നേരെ ഇതിനകത്തോട്ട് കയറ്റി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോക്കാണ്. ഇവിടെയാണ് നമ്മുടെ ഇൻപുട്ട് വരാനുള്ള പൈപ്പ്, അഥവാ ഈ ഒരു പൈപ്പ് നമുക്ക് കൊടുക്കാനുള്ള. അത് കൊടുക്കാൻ വേണ്ടി ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇത് നേരെ ഇതിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഈ ഒരു ഹോസ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ ഇവനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. വളരെ സിമ്പിളാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഞാനത് കണക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ അറ്റത്ത് നമ്മൾ ഈ ഒരു ഫിൽറ്ററാണ് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ കണ്ടോ, ഈ ഒരു ഫിൽറ്റർ കണക്ട് ചെയ്തു. ഈ ഒരു ഫിൽറ്റർ നമ്മൾ നേരെ നമ്മുടെ ബക്കറ്റിനകത്തോട്ട് ഇടുകയാണ്. ആദ്യത്തെ ടൈമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. എത്രത്തോളം ഇത് നമ്മുടെ വാട്ടർ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല. ഏതായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി, അതായത് ഫോം സ്പ്രേ ആക്കാൻ വേണ്ടിയുള്ള ഡിവൈസും വരുന്നുണ്ട്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയെല്ലാം ഞാൻ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡറും കൂടെ, ഞാൻ ആദ്യം കാണിച്ച എക്സ്റ്റൻഡർ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ടൈറ്റ് ചെയ്തു, നേരെ ഇത് കയറ്റി വെച്ചു. ഇനി ഈ ഒരു എക്സ്റ്റൻഡർ, അതായത് ഈ ഒരു കണക്ടറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മാത്രം, ഇത് നമ്മുടെ ഹൈ പ്രഷർ കണക്ടറാണ് വരുന്നത്. ഏതൊരു പ്രഷറിൽ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെൻറ്റർ നോക്കി അറിയാം അത് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നേരെ നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോമും കൂടെ നമുക്ക് അടിക്കാൻ സാധിക്കും. ഏതായാലും പറഞ്ഞ ഞാൻ സമയം കളയുന്നില്ല, പെട്ടെന്ന് ബാക്കിയുള്ള കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഫിക്സ് ചെയ്യുക, സ്ക്രൂ ചെയ്യുക.
ദാറ്റ്സ് ഓൾ. കിടു ഐറ്റം. ഇതിൻ്റെ ലെങ്ത് എവിടം വരെ കിട്ടുമെന്ന് നിങ്ങൾക്ക് തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലായത്. ഇത്രയും ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ ഒരു സ്ഥലത്തും വെക്കാം. നമുക്ക് ഈ ഗണ്ണുമായിട്ടൊരു വാഹനത്തിന് ചുറ്റും ഓടി നടന്ന് നമുക്ക് വാഷ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു ബക്കറ്റിനകത്തോട്ട് ഇടുകയാണ്, അതായത് നമ്മുടെ ഫിൽറ്റർ ബക്കറ്റിനകത്തോട്ട് ഇടുകയാണ്. പമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്, കറണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുകയാണ്. ചെറിയൊരു വൈബ്രേഷൻ സൗണ്ട് നമുക്ക് കേൾക്കാം. എയർ ഉണ്ട്. യെസ്, വെള്ളം കയറുന്ന എനിക്കിവിടെ കാണാൻ സാധിക്കും. ഞാനൊന്ന് ഫ്രീ ആക്കുകയാണ്. എയർ ഓഫായി, ലോഡായി. യെസ്, ലോഡായി കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ നിങ്ങളിതിൻ്റെ പ്രശ്നം ഒന്ന് കണ്ടോണം. ഓ, അപ്പുറത്തെ കണ്ടത്തിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു തരാം. ജസ്റ്റ് നോക്കിക്കോണം. കണ്ടോ, ഇതിൻ്റെ മോഡ്സ് നോക്കിക്കോണം. സോറി, നമ്മുടെ സെലീറി ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഒരു വാഹനം. ഓക്കെ, ഫസ്റ്റ് കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ വാഹനത്തിലൊന്ന് വെള്ളം അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ മോതിരോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഊരി വെച്ചോണം. ഞാൻ ഊരിയില്ല, ഇപ്പോൾ ഊരും. അപ്പോൾ നമ്മൾ പ്രഷർ കൂടുതലല്ല വേണ്ടത്, നമുക്ക് വെള്ളം സ്പ്രെഡ് ചെയ്യിക്കുക ചെയ്യേണ്ടത്. അപ്പം ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് വെള്ളം സ്പ്രെഡ് ചെയ്യിക്കുക ആദ്യം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു പ്രഷർ വാഷ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മേടിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് പ്രഷർ വാഷ് മേടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ രീതിക്ക് നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. അങ്ങനെ കറക്റ്റ് 1/2 ബക്കറ്റ് വെള്ളം കൊണ്ട് ഒരു വാഹനത്തിൻ്റെ പുറം മുഴുവൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് വാഷ് ചെയ്തിട്ടുള്ള പൊടി കളഞ്ഞെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാധാരണ രീതിക്കാണെന്നുണ്ടെങ്കിൽ 3-4 ബക്കറ്റ് വെള്ളം വേണം ഈ ഒരു വാഹനത്തിൻ്റെ ഫുള്ള് പൊടി കളയണമെന്നുണ്ടെങ്കിൽ. ഏതായാലും ഇവിടെ ഒരു 1/2 ബക്കറ്റ് കൊണ്ട് തന്നെ എനിക്ക് ഈ ഫുള്ള് വാഹനത്തിൻ്റെ ചെളി, അതായത് പുറമേ ഉള്ള പൊടി മാത്രം ഒന്ന് കളയാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം ഫോം ഇടാൻ വേണ്ടി പോകണം. അതുകൂടെ നമുക്കൊന്ന് ചെയ്യാം. വൃത്തിയായിട്ട് വാഷ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളാം. ഞാൻ ഇപ്പം വാഷ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ടൊന്ന് കഴിയാൻ ശേഷം ഞാൻ ഇപ്പം ഈ കാണിക്കുന്നത് കണ്ടോ, ചെളിയാണ് ഈ വരുന്നത്. കണ്ടോ, ഇത് എന്തുകൊണ്ട് ഞാൻ കാണിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കുറച്ച് പേരെങ്കിലും പറയാതിരിക്കും അത് ഷാമ്പു ഇട്ടില്ലല്ലോ, ഷാമ്പു ഇടുമ്പോൾ പോവും. അല്ല, ഷാമ്പു ഇടുന്നതിന് മുമ്പ് ഈ ചെളി ഫുള്ള് നിങ്ങൾ കഴുകി കളയണം. കണ്ടോ, ഇത് എന്തിന് കഴുകി കളയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊരു സ്ഥലത്ത് വാഷ് ചെയ്യാൻ കൊടുത്താൽ പോലും ഈ ഒരു രീതിക്ക് അവർ വാഷ് ചെയ്യില്ല. ഇതുപോലെ വെള്ളം അടിക്കുമ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഫോം ഇടും, തുടച്ചെടുത്ത് തരും. ഈ ഇരിക്കുന്ന ചെളി അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന സബ്സ്റ്റൻസ് ആണ് നമ്മുടെ വാഹനത്തിൽ സ്ക്രാച്ചസ്, അതായത് ബോഡി പെയിൻറ്റിൽ സ്ക്രാച്ചസ് ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് വെള്ളം ഒഴിച്ച്, അതായത് നല്ല രീതിക്ക് വെള്ളം ഒഴിച്ച് ഈ ചെളി ഫുള്ള് കളഞ്ഞതിന് ശേഷം മാത്രം പിന്നെ നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യാം. ഒരു ഷാമ്പു ലിക്വിഡ് നിറച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ ഇതിലോട്ട് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, യെസ്, അപ്പോൾ നമ്മുടെ ഫോം വന്ന് തുടങ്ങിയിട്ടുണ്ട്. യെസ്, നമ്മുടെ ഫോം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും കുറച്ചുകൂടെ ഒന്ന് കട്ടയാക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് നല്ല രീതിക്ക് അതൊന്ന് റബ്ബ് ചെയ്ത് വിടുക. അങ്ങനെ വരുമ്പോൾ ചെളിയും കാര്യങ്ങളൊക്കെ പൊക്കും. നമുക്കിനിയിപ്പം ഈ പറഞ്ഞ പോലെ എല്ലാം തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വാട്ടർ വാഷ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു 2ാമത്തെ ബക്കറ്റ് ഏകദേശം ഒരു പകുതിക്ക് താഴെയായി നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക്. ഇനിയിപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നൊരു കാര്യം, ഒന്നുകൂടെ ഒന്ന് ഫുള്ളായിട്ട് ഈ ബക്കറ്റ് വെള്ളം നിറക്കുകയാണ്, എന്നിട്ടൊന്ന് വാഷ് ചെയ്ത് ഇറക്കാം. അപ്പോൾ ഇനി മിച്ചം 3 ക്ലോത്ത്. ഞാൻ ഫസ്റ്റ് പറയാൻ വിട്ടു ഒരു കാര്യമുണ്ട്. 4 ക്ലോത്ത് നമ്മൾ എപ്പോഴും ഒരു വാഹനം വാഷ് ചെയ്യാൻ വേണ്ടി വെച്ചോണം. ഒന്ന് സോപ്പ് ഇടാൻ വേണ്ടി മാത്രം, 2ാമത്തത് ഗ്ലാസ് തുടയ്ക്കാൻ വേണ്ടി മാത്രം, ബാക്കി 2 ബോഡി തുടയ്ക്കാൻ വേണ്ടി. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതായിരിക്കില്ല. ഇനി നമ്മുടെ എഞ്ചിൻ റൂം വാഷിംഗ് കൂടെ ഉണ്ട്, അത് ഞാൻ പെൻഡിങ് വെച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ ചെയ്യും. ബോഡി ഒന്ന് പെട്ടെന്ന് തുടയ്ക്കട്ടെ, കാരണം വെള്ളത്തിൻ്റെ മഴ വരുന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങി ഒരു പാട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ക്ലോത്ത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് ഡ്രൈ ചെയ്യിക്കാൻ വേണ്ടി. അപ്പോൾ ഇനി അടുത്ത സംഭവമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഹുഡ് വാഷ് ചെയ്യുന്നത്. പലരും പറയുന്ന ഒരു കാര്യം, ഒരു കാരണവശാലും എൻജിൻ റൂം വാഷ് ചെയ്യരുത്. ശരിക്കും എൻജിൻ റൂം വാഷ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഷ് ചെയ്യാൻ പറ്റും, 100% നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം ഞാൻ യൂസ് ചെയ്യുന്നൊരു MBFI വാഹനമാണ്. അതേ സ്ഥാനത്ത് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നൊരു കാർബറേറ്റർ വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ എയർ ഫിൽറ്ററിൻ്റെ പൈപ്പ് നേരെ തുറന്ന് ഈ ഒരു പോർഷനിലാണ് ഇരിക്കുന്നത്. അതിനകത്തോട്ട് വെള്ളം കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒരു കാരണവശാലും ചെയ്യരുത്. പിന്നെ പഴയ കാലത്തെ വാഹനത്തിന് ഇഗ്നീഷൻ കോയിൽ ഈ പോർഷനിലോ ഈ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇഗ്നീഷൻ കോയിലോ കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിൽ വെള്ളം നനയുന്ന രീതിയിൽ വാഷ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ ടെക്നോളജികൾ മാറി. ഇപ്പോഴത്തെ ഈ വാഹനത്തിലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട്
വാഷ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ചില കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ശ്രദ്ധിച്ചോണം. ഇതൊക്കെ നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ പോർഷനാണ് ഇവിടെ വരുന്നത്. ഇതൊക്കെ റബ്ബർ നല്ല ടൈറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതിനകത്ത് വെള്ളം ഇറങ്ങത്തില്ല. പക്ഷേ നിങ്ങൾ ഒരു തവണ പോലും വാഹനത്തിൻ്റെ എഞ്ചിൻ വാഷ് ചെയ്യാത്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരുപാട് വർഷമായ വാഹനമാണെങ്കിൽ ഇതിനകത്തൂടെ വല്ലതും പൊട്ടലോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ, ഇവിടെ പൊട്ടലോ ചീറ്റലോ വല്ലതൊക്കെ ഉണ്ടെങ്കിലാണ് ഈ പറയുന്നത് പോലെ നിങ്ങളുടെ വാഹനത്തിനകത്ത് വെള്ളം കയറി എഞ്ചിന് പണിയാകുന്നതും സെൻസേഴ്സ് പോകുന്നു. ഇപ്പോൾ സെൻസേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഞാൻ റെഗുലറായിട്ട് വാഷ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അത് ഇവിടെയൊക്കെ ഈ വരുന്ന ഇതൊക്കെ സെൻസറാണ് ഇരിക്കുന്നതെല്ലാം. അതെല്ലാം സീൽഡാണ്. കണ്ടോ, ഏതൊരു സെൻസർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹനം ഫുൾ സെൻസേഴ്സാണ്. കണ്ടോ, ഇതെല്ലാം വളരെ സീൽഡാണ്. അതായത് വാട്ടർ സീൽഡ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ കൊണ്ട് മുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. വാഷ് ചെയ്യാം, ഞാനത് കാണിച്ചു തരാം വളരെ കൃത്യമായിട്ട്. വാഹനത്തിൻ്റെ എഞ്ചിൻ ഓഫ് ആയിരിക്കണം നിങ്ങൾ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം വാഷ് ചെയ്യുന്ന സമയത്ത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. പിന്നെ ചൂടായിരിക്കുന്ന ഒരു എഞ്ചിൻ, അതായത് നിങ്ങളിപ്പോൾ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ വാഷ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പോകരുത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓട്ടോ എല്ലാം കഴിഞ്ഞ് വന്ന് കുറേ നേരം ഈ വാഹനം ഐഡിലിങ്ങിൽ, അതായത് ഓഫ് ചെയ്ത കണ്ടീഷനിൽ ഇട്ടതിന് ശേഷം എൻജിൻ റൂം നന്നായിട്ട് തണുക്കണം. നമുക്കതിങ്ങനെ കൈ പിടിക്കാൻ പറ്റണം നമ്മുടെ എൻജിനിൽ. അതായത് കോൾഡ് കണ്ടീഷൻ, ആ ഒരു കണ്ടീഷനിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ റൂം വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാനത് വാഷ് ചെയ്യുന്നത്. ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞൊരു കാര്യമാണ്, എൻജിൻ റൂം വാഷ് ചെയ്യരുത്, ഇവൻ എന്ത് പൊട്ടത്തിലാണ് ഈ പറയുന്നതൊക്കെ. നിങ്ങൾക്കറിയത്തില്ല, നിങ്ങളുടെ വാഹനം നിങ്ങൾ സർവീസിന് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അവർ എൻജിൻ റൂം വാഷ് ചെയ്യുന്നുണ്ട്. എൻജിൻ റൂം വാഷ് ചെയ്യാൻ പാടില്ലാത്ത വാഹനങ്ങൾ EV വാഹനങ്ങൾ ചെയ്യാൻ പാടില്ല. ഇനി അഥവാ ഹൈബ്രിഡ് വാഹനങ്ങൾ അതിലും ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാ വാഹനങ്ങൾക്കും നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ സാധിക്കും. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങളിപ്പം വാഹനം ഒന്ന് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി നോക്കിയേ, എൻജിൻ റൂം നീറ്റായിരിക്കണം. എങ്ങനെ നീറ്റാക്കും ചിന്തിക്കുക. ഓക്കെ, അപ്പം വലിയ പ്രഷറില്ലാത്ത രീതി, നോർമൽ ഒരു പ്രഷറിൽ നിങ്ങൾക്ക് വാഷ് ചെയ്യാം. നോക്കിക്കോണം, ഈ ഒരു പ്രഷറിൽ ഞാൻ നല്ല രീതിക്ക് വേണ്ട ബാറ്ററി, ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ, എയർ ഫിൽറ്ററിൻ്റെ കേസ് എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് വാഷ് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇനി ആരും കണ്ടില്ല എന്ന് പറയരുത്, എല്ലാവരും നോക്കിക്കോളുക. ഞാനതുകൊണ്ട് മൈക്ക് ഉൾപ്പെടെ വെച്ച് തന്നെ പറയുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. ഇനി നിങ്ങൾ പറയരുത് എൻജിൻ റൂം വാഷ് ചെയ്തിട്ടില്ല എന്ന് പറയരുത്. പക്ഷേ എൻജിൻ ഓഫ് കണ്ടീഷനാണ്, ഞാൻ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും ഒന്ന് നനയുന്ന രീതിക്ക് ഞാനൊന്ന് വെള്ളം അടിച്ചിട്ടുണ്ട്. നമ്മുടെ കംപ്രസർ കാര്യങ്ങളൊക്കെ, മൈക്കേ വെള്ളം വീഴുന്ന പേടിയുണ്ട്. ഓക്കെ, റേഡിയേറ്റർ, ഫാന് കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ഇപ്പോൾ ഒന്ന് വെള്ളം അടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫോമും കൂടെ ചെയ്താലോ. ഞാൻ അതെ എൻജിൻ റൂം ഫുള്ളൊന്ന് ഫോം ചെയ്യാണ്, നിങ്ങൾ കണ്ടോണം. ഓക്കെ, അങ്ങനെ എൻജിൻ റൂമും ഫുള്ള് ഫോം ആയിട്ട്, യെസ്, അങ്ങനെ നല്ല രീതിക്ക് ഞാൻ എൻജിൻ റൂം മൊത്തം ഫോം ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജ് ഞാനിത് വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. മൈക്കൊന്ന് മാറ്റി വെക്കട്ടെ, വെള്ളം തെറിച്ച പണിയാണ്. യെസ്, അങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ റൂം വാഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അതാണ് മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അതായത് വാഷിംഗ് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മസ്റ്റായിട്ട് ചെയ്തോണം. അതായത് ബ്ലോവർ അടിച്ച് ഫുള്ള് എയർ അടിച്ച് വെള്ളമെല്ലാം വെറ്റായിക്കോണം. അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം ഈ വെള്ളം ഇട്ടിരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെ തുരുമ്പെടുക്കാനോ ക്ലാവ് പിടിക്കാനൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് നമുക്ക് എയർ അടിച്ചൊന്ന് ക്ലീൻ ചെയ്യാം. പക്ഷേ ഇത് കുറച്ചിരുന്നെന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട കേസൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ ഒന്നും പ്രശ്നമൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ തുരുമ്പുണ്ടെങ്കിൽ പണി കിട്ടുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏതായാലും നമുക്ക് പെട്ടെന്നൊന്ന് എയർ അടിക്കാം. ബ്ലോവർ റെഡിയാണ്, ഫുൾ സ്പീഡിലാണ്. യെസ്, ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ റൂം വാഷ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു സംശയം ആർക്കും വേണ്ട. 100%, 100ൽ 110% നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ റൂം വാഷ് ചെയ്യാം. ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ റൂം വാഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഒരു കാര്യം പോലും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം വാഷ് ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ വാഹനം സ്വന്തമായിട്ട് വൃത്തിയായിട്ട് സ്ക്രാച്ച് കൂടാതെ വാഷ് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇതൊക്കെ പറഞ്ഞു പോയപ്പോഴും ഒരു കാര്യം മറന്നുപോയി. നമ്മുടെ
വാഷിങ്ങിൻ്റെ പ്രോഡക്റ്റ്, അതായത് അമേരിക്കൻ മൈക്രോണിക് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്, ഒരു ഹൈ പ്രഷർ വാഷ്, നല്ല കിടിലൻ സാധനമാണ് കേട്ടോ, ഉള്ളത് പറയണമല്ലോ. കാരണം നല്ല രീതിക്ക്, അതായത് നല്ലൊരു ഹൈ പ്രഷറിൽ തന്നെ നമുക്ക് വാഷ് ചെയ്യാൻ സാധിക്കും. വലിയ കറണ്ടും കൺസ്യൂമിംഗ് അല്ല, അതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അറിയാനും സാധിക്കുന്നതാണ്. ഏതായാലും ഈ ഒരു മോഡൽ മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ സാധിക്കും. പ്രോഡക്റ്റ് ആയിട്ട് ടാഗ് ചെയ്തും കൂടെ ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.